നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പക്ഷേ അദ്ദേഹത്തെ അവർ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. മാഡം ആ തെറ്റിദ്ധാരണയിൽ പെട്ടുപോകരുത്. വെറുതെ എന്തിനാ മാഡം ശരത്തിനെ പോലൊരു പാവത്തിനെ ശത്രുവാക്കുന്നു? ശത്രു ആയിക്കഴിഞ്ഞാ ഞാൻ പാവം അല്ലാതാകും. എന്നാ പിന്നെ മാഡം പൊക്കട്ടെ, നമുക്ക് ഇനി ഇതുപോലെ കാണാം. ചെന്നാട്ടെ. എന്നാ ചിറ്റപ്പാ പുതിയ ഉടായ്പ്? ഒരാള് ഒരു പുതിയ ഉടായ്പ തുടങ്ങിയിട്ടുണ്ട്. അത് ശരിയാവോ നോക്കും. ആഹാ, ശരത്വാൻ പുതിയ ബിസിനസ് തുടങ്ങാൻ പോവാണോ? തണ്ണിമത്തൻ തോട്ടം വിപുലപ്പെടുത്തുകയായിരിക്കും ലക്ഷ്യം. അതെ, ഞങ്ങൾ സൗകര്യം പോലെ ചെയ്തോളാം. ഇതേ നിങ്ങളുടെ നിരഞ്ജൻ ഡോക്ടറുടെ കാര്യമോ? നിരഞ്ജൻ ഡോക്ടറുടെ കാര്യം നോക്കാൻ ചിറ്റപ്പനെ ഏൽപ്പിച്ചോ? എന്നെ ആരും ഒന്നും ഏൽപ്പിക്കേണ്ട കാര്യമില്ല. എല്ലാം ചെയ്യാൻ നിയോഗിച്ച് ഭൂമിയിൽ ദൈവം അയച്ചത് എന്നെ. ഓ, ദൈവത്തിന് പറ്റിയ ഒരു കയ്യബദ്ധമേ. മനോഹര, എന്താണ് നിനക്കൊരു പുച്ഛം? പണ്ട് ഭാമിനി ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയിരുന്നു ഈ സോമന്റെ കാര്യത്തിലെ. പക്ഷെ പൊൻതൂവൽ വെച്ച ഒരു ബ്രഹ്മശ്രീയെ കിട്ടാൻ ഈ കുടുംബത്തിന് യോഗം ഉണ്ടെന്ന് ദൈവത്തിനറിയായിരുന്നു. പിന്നെ തൂവലും തൊപ്പി കോഴിത്തൂവല് മയിൽപ്പീലിയാന്ന് കരുതി ചിലര് തലേ ചൂടി നടക്കും. ഒടുക്കം തൊപ്പി വെച്ച പോലീസുകാര് ഇങ്ങോട്ട് ഇരച്ചു കയറി വരികയും ചെയ്യും. ഓ, അല്ലെങ്കിൽ പോലീസ് ഇവിടെ വരാതിരിക്കുമല്ലേ? സോമനച്ഛൻ അങ്ങോട്ട് നോക്കിക്കേ. ഓ, കറക്ക് സോമാ ശങ്ക്. നിരഞ്ജൻ ഡോക്ടറുടെ എന്ത് കാര്യം നോക്കുന്നേ? നിരഞ്ജൻ ഡോക്ടറുടെ ചായക്കടയുടെ ഭാവി. നിരഞ്ജൻ ഡോക്ടറെ ചായക്കടയോ? അയ്യോ, മരുമകൾ അച്ഛനോടൊന്നും പറഞ്ഞില്ലേ? 5 സ്റ്റാർ ഹോസ്പിറ്റലിൽ നടത്തിയിരുന്ന ആൾ 5 സ്റ്റാർ ചായക്കടയ്ക്ക് തുടക്കമിടും. നിരഞ്ജൻ ഡോക്ടറുടെ ചായക്കടയൊന്നും അല്ല അച്ഛാ. നിരഞ്ജൻ ഡോക്ടർ ഉപദേശം നന്നാക്കിയെടുത്ത ആ പരുന്തിനും കൂട്ടർക്കും ഒരു ജീവിതോപാധി, അത്രേ ഉള്ളൂ. ആദ്യം ഒരു ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുത്തു, ഇപ്പൊ ചായക്കട തുടങ്ങാൻ സഹായിക്കുന്നു, അത്രേ ഉള്ളൂ. ഓ, ഭയങ്കരം ദാനധർമ്മിഷ്ഠൻ. അതേ മുത്തശ്ശി, വഴിതെറ്റിപ്പോയവരെ നേരെയാക്കാനും ആരെങ്കിലുമൊക്കെ വേണ്ടേ? സോമനച്ഛനെ ഈ ശംഖ് കറക്കാൻ നിയോഗിച്ചതുപോലെ നിരഞ്ജൻ ഡോക്ടറെ ദൈവം നിയോഗിച്ചിരിക്കുന്നത് മനുഷ്യനെ മരണത്തിൽ നിന്നും തെറ്റായ ജീവിതത്തിൽ നിന്നും നേരിന്റെ ദിശയിലേക്ക് കൊണ്ടുവരാനാ. ഓ, സ്വന്തം ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോഴാ നാട്ടുകാർക്ക് ജീവനോപാധി ഉണ്ടാക്കാൻ പോകും. എന്തായാലും ചിലരെ പോലെ പരാന്ന പൂജിയല്ല. എന്തായാലും ശംഖുമോൻ കാണിക്കുന്ന നിമിത്തം വെച്ച് ഒരു വലിയ പ്രശ്നത്തിന്റെ തുടക്കമാ ഈ ചായക്കട. ആണോ? എന്റെ പാർവതി, എന്റെ വായിരിക്കുന്ന കേൾക്കരുത് കേട്ടോ. എന്റെ പൊന്ന് ചിറ്റപ്പ, നിരഞ്ജൻ ഡോക്ടർ ചായക്കട തുടങ്ങുമോ, ഉന്തുവണ്ടിയെ കടലക്കച്ചവടം തുടങ്ങുമോ, എന്തെങ്കിലും ചെയ്യട്ടെ. അതിന് ചിറ്റപ്പൻ ശംഖുമോനെ എടുത്ത് ഇവിടെ ഇരുന്ന് കറക്കണ്ട. സാമ്പ്രാണിക്കൊടി ശങ്കരന് ഒരു വരുമാന മാർഗം ആവും ഇത്. എന്തായിരിക്കോ ചായക്കടയുടെ പേര്? ദേവികാവിലാസൻ ടീ ഷോപ്പ് എന്നായിരിക്കോ എന്തോ. അത് അടിപൊളി പേരാ. നിരഞ്ജൻ ഡോക്ടർ തുടങ്ങുന്ന ചായക്കടയല്ലേ ശരത്തെ? ചിലപ്പോ പൊന്നുമണിയുടെ പേരിലും ആവാം. അപ്പോ ശരത്തിനും ഒരു ഭാഗത്തിന് അവകാശം കാണുമല്ലോ. അല്ല,
പൊന്നുമണിയുടെ പേരും പറഞ്ഞ് എന്നെ ഒന്ന് ഇരുത്തിയിട്ട് മാഡം ഇവിടെ വന്നിരിക്കുകയായിരുന്നു. നിന്നെ ഇരുത്തുമല്ല, നിന്നെ തകർക്കും എന്റെ ലക്ഷ്യം. അതിനുവേണ്ടി തന്നെയാ ഞാൻ നിന്റെ പിന്നാലെ നടക്കുന്നേ. നിന്നെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങള് നിന്നോട് തന്നെ ഞാൻ പറയുന്ന എന്തിനാന്നറിയോ? നിന്റെ കണ്ണുകളിലെ ഒരു മരണഭയം തീർന്നു പോകുമോ എന്നൊരു പേടി. അതെനിക്ക് അടുത്ത് നിന്ന് കാണാൻ വേണ്ടിട്ടാ. അല്ലാതെ അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലടക്കി വെച്ച് ഒരു രാത്രി ഞാനങ്ങ് മരിച്ചുപോയാ നീ വീണ്ടും അജയ്യനായിട്ട് നെഞ്ചം വിരിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കില്ലേ? അതിന് ഞാൻ സമ്മതിക്കോ? ചെറുത്ത് നിൽക്കാനും തിരിച്ചടിക്കാനുള്ള വഴിയൊക്കെ നീ കണ്ടുവച്ചോ. പക്ഷേ അവസാന ജയം എനിക്ക് തന്നെയായിരിക്കും. വലിയ പാടായിരിക്കും ഇവിടെ. നീ നിത്യയോടും വീട്ടുകാരോടും പറഞ്ഞ പോലെ ശരത്തിന് ബന്ധമുള്ള ഒരു സ്ത്രീ ഉണ്ടടി. ആ സ്ത്രീയെ നിനക്കറിയുകയും ചെയ്യാം. നിനക്കറിയാവുന്ന സ്ത്രീകളെ ഒന്നും എനിക്കറിയില്ല. അത്തരം സ്ത്രീകളുമായിട്ട് എനിക്കൊരു ബന്ധവും ഇല്ല. അവരുടെ സ്വഭാവത്തെ പറ്റി നീ എന്തെങ്കിലും പറഞ്ഞുണ്ടല്ലോ, നീ എന്റെ സ്വഭാവം മാറുന്ന കാണും. കാണിക്കടാ. പിന്നെ ഞാൻ എന്തു പറയണം? നിനക്ക് അടുപ്പമുള്ള സ്ത്രീകളെല്ലാം പരിശുദ്ധരാണെന്ന് പറയണോ? അങ്ങനെ പറയണോടാ? പറയണം. കാരണം നീ ഇപ്പൊ ഈ പറയുന്നത് അഭിമാനത്തിന് മുറിവേറ്റ ഒരു സ്ത്രീയെ കുറിച്ച്. അതവർക്ക് അഭിമാനവും അന്തസ്സും ഉള്ളത് കൊണ്ട് തന്നെ. അതിന്റെ പേരിൽ അവരുടെ കണ്ണിൽ നിന്ന് വന്നത് കണ്ണുനീരല്ല, ചോര. ആ ചോരയുടെ പകരം ചോദിക്കാനാടി ശരത്ത് ഈ കളിയെല്ലാം കളിക്കുന്നത്. ഇനി മറിഞ്ഞു നിന്നുള്ള കളിയൊന്നുമില്ല. അവരേറെ താമസിക്കാതെ നിന്റെ മുന്നിൽ വന്ന് നിൽക്കും. അതിനവര് ഇറങ്ങിക്കഴിഞ്ഞു. അതിന്റെ ഒരു സൂചനയായിട്ടാ നിനക്ക് ദർശനം തരാൻ നട്ടപ്പാതിരയ്ക്ക് അവരിവിടെ വന്നു. ഇനി പാതിരാവിലും പട്ടാപ്പകലും പച്ച ചോര മണക്കും. നീ കണ്ടു, നിന്നെ അവര് കൊല്ലത്തില്ല, ഞാനും കൊല്ലത്തില്ല. കൂട്ടിലിട്ട് വളർത്താനായിട്ട് ഞങ്ങൾക്ക് വേണം നിന്നെ. കാരണം ഈ ലവ് ബേഡ്സിനെ കൂട്ടിലിട്ട് വളർത്തുന്നതിനേക്കാളും ഹരം കൃഷ്ണപ്പരുന്തിനെ കൂട്ടിലിട്ട് വളർത്തുന്നു. നീ നിന്റെ ഓർമ്മ പുസ്തകം ഒന്ന് മറിച്ചു നോക്കൂ. നോവിച്ചു വിട്ട ആരെങ്കിലും നിന്റെ ഭൂതകാലത്തിലുണ്ടോന്ന്.